പണ്ട് ഗാലിലിയോ ചെയ്ത ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു ഭാരമുള്ള ഒരു വസ്തുവും ഭാരമില്ലാത്തൊരു വസ്തു ഒരുമിച്ച് തറയിലിട്ട് കഴിഞ്ഞാൽ ഏതാണ് ആദ്യം വരിക എന്നുള്ളതിന് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഉത്തരം ഭാരമുള്ള വസ്തു എന്നായിരുന്നു. അത് തിരുത്തതാണ് ഗാലിലിയോ ചെയ്തത്. അതിനായിട്ട് പിസാഗോരത്തിന് മേളിൽ നിന്ന് 2 ഈയഗോളങ്ങൾ ഒരേ സമയം അദ്ദേഹം താഴെ ഇട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരീക്ഷ നടന്നതിന് തെളിവൊന്നുമില്ല. പക്ഷെ ആക്ച്വലി പുള്ളി വേറെ രീതിയിൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഇത് താഴെ ഇടുക, ഒരു സമയത്ത് തിരിച്ച് താഴെ വീഴുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് താഴെ ഇടുക. അപ്പോഴും ഒരേ സമയത്ത് വീഴുകയാണെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? ഇത് രണ്ടും 2 സമയത്ത് വീഴുകയാണെങ്കിൽ ഈ ചെറിയ വസ്തു വലിയ വസ്തുവിന്റെ വേഗത കുറയ്ക്കണം. അങ്ങനെയല്ല, ഇത് രണ്ടും ഒരേപോലെയാണ് വീഴുന്നതെങ്കിൽ അത് രണ്ടും സെയിം ഇതെന്നുള്ള ഇതിലേക്ക് വരുമല്ലോ. അതെ. അപ്പൊ ഈ ഈയഗോളത്തിന് പകരം ഒരു പഞ്ഞിക്കെട്ട് ഈയഗോളം ഒരുമിച്ച് താഴെ ഒരേപോലെ വീഴില്ല. പഞ്ഞിക്കെട്ട് കുറച്ച് കഴിഞ്ഞ് വീഴുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി വീണ് കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള വേഗത കുറയും. കറക്റ്റ് അല്ല. പക്ഷെ ഈയഗോളം വലുതോ ചെറുതോ ഭാരവ്യത്യാസമില്ല, ഒരേ സ്വഭാവവും സാന്ദ്രതയുള്ള വസ്തുക്കളായതുകൊണ്ട് ഒരേപോലെ താഴെ. ഇത് പ്യുവർ ലോജിക്കാണ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്? താങ്കൾ പറഞ്ഞ ചോദ്യം ഒരു പ്രാർത്ഥനയായാലും എന്തെങ്കിലും ഒരു ആക്ഷൻ ആയാലും നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന നടക്കുന്നത് നിങ്ങൾ അത് നടത്തുന്നത് കൊണ്ടാണ്. നിങ്ങളത് നടത്തുന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ല.